മനുഷ്യന്റെ ബുദ്ധിക്ക് യുക്തിക്ക് പരിമിതിയുണ്ടെന്നാൽ ആ പരിമിതമായ ഒരുപാട് പരിമിതികളുള്ള ആ യുക്തി വെച്ചിട്ടാണോ പരിധികളില്ലാത്ത പടച്ചതമ്പുരാന്റെ വചനങ്ങൾ നമ്മൾ അളക്കുന്നത് എന്ന ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പരിമിതി നമ്മൾ ഒരുപാട് കാലം ബോധ്യപ്പെട്ടതല്ലേ അല്ലെ? ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് തവണ ഈ പരിമിതികൾ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിന് നേരെ എതിരാളികൾ ഒരു കാലത്ത് വലിയ രൂപത്തിൽ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു, ഖുർആനിൽ പ്രപഞ്ചം വികസിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വികസിക്കുന്നതൊന്നുമല്ല, അത് സ്റ്റാറ്റിക് ആണ്. ഒരുപാട് കാലത്തെ വിമർശനമായിരുന്നു. കാരണം അന്നത്തെ അവരുടെ ബുദ്ധിയും യുക്തിയും വെച്ചിട്ട് അതായിരുന്നു ശരി. പക്ഷേ ഇന്ന് നമുക്കറിയാം ശാസ്ത്രം എവിടേക്ക് എത്തിപ്പെട്ടു എന്ന്. എവിടുന്ന് ആര് എന്ന് വിമർശിച്ച കഥയാണ് പറയുന്നത് ബാസിലെ? പ്രപഞ്ചം വികസിക്കുന്നു എന്ന ഖുർആൻ വചനത്തെ വിമർശിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ ശാസ്ത്രത്തെ അറിവിന്റെ മാർഗമായിട്ട് സ്വീകരിക്കുന്നവരും ഇസ്ലാമിനെതിരെ ഉയർത്തിയ വലിയ വിമർശനമായിരുന്നു ഖുർആനിൽ പ്രപഞ്ചം വികസിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ പ്രപഞ്ചം വികസിക്കുന്നില്ല എന്ന്. ആ വിമർശനം ഉന്നയിച്ച ഒരാളെ കൊണ്ടെത്തരുമോ? പ്രപഞ്ചം വികസിക്കുന്നു എന്ന് ഖുർആനിലോ? എവിടെ ബാസിലെ? നിങ്ങൾ തന്നെ പറയണം, നിങ്ങളെ ചിന്തക്കും ബുദ്ധിക്കും അനുസരിച്ച് ഖുർആൻ ഒപ്പിക്കാൻ പോകരുത്, കോട്ടിമാട്ടാൻ പോകരുത്. ഇത് മാത്രമല്ല, വേറെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, അബ്ദുൽ അബ്ബാസിൽ സ്പെസിഫിക് ആയിട്ട് ഈ പ്രപഞ്ചത്തിന്റെ വികാസം, ഖുർആൻ പറഞ്ഞ പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ച് ഖുർആനിലുള്ള വചനങ്ങളും അതിന്റെ പശ്ചാത്തലവും സാഹചര്യവും വിശദീകരണം ഒക്കെ എടുത്തു വെച്ചിട്ട് ശാസ്ത്രീയമായിട്ട് ഇന്നെത്തി നിൽക്കുന്ന ഇന്നത്തെ നിഗമനങ്ങൾ അത് ഖുർആനിനോട് എത്രമാത്രം യോജിച്ചു പോകുന്നു എന്നും, ഇങ്ങനെ പണ്ട് ഖുർആനിൽ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പരിഹസിച്ചവരുടെയൊക്കെ അണ്ടം കീറിയ ഖുർആൻ വചനങ്ങൾ ഒന്ന് നിരത്തി നിർത്തിയിട്ട് ഒന്ന് പറഞ്ഞു തരണം. അത് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. ഇനി ഇതിനെ തുടർന്ന് പറയാൻ പോകുന്ന ഒന്ന് രണ്ട് ശാസ്ത്ര അത്ഭുതങ്ങളുണ്ട്, നമ്മുടെ ഈച്ചയൊക്കെ പോലെ, പിന്നെ സൂര്യന്റെ ചലനം. ഈ 2-3 കാര്യങ്ങൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് പറയണം. അപ്പൊ അബ്ദുള്ള ബാസിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിന് ഇപ്പൊ ഈ പറഞ്ഞു പോകുന്ന തള്ളിമറിച്ച് പോകുന്നതിന് അപ്പുറത്തേക്ക് ഖുർആൻ വചനങ്ങളൊക്കെ ഉദ്ധരിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞ് അതിന്റെ വിശദീകരണം പറഞ്ഞ് അതിന്റെ തഫ്സീറും അതിന് പ്രൂവ് ചെയ്യുന്ന ശാസ്ത്രീയമായിട്ടുള്ള ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ശാസ്ത്ര നിഗമനങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പൊ നമുക്കത് അവിടെ നിർത്താം. ഖുർആനിൽ പ്രപഞ്ചം വികസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് തെറ്റാണ്. പ്രപഞ്ചം ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുകയാണ്, സ്റ്റാറ്റിക് ആണ് എന്ന് ഖുർആനിനെ വിമർശിച്ചവർ ഈ കാരണം കൊണ്ട്, ഖുർആനിൽ പ്രപഞ്ചം വികസിക്കുന്നതാണ് എന്ന് പറഞ്ഞു എന്ന കാരണം കൊണ്ട് ഖുർആനിനെ വിമർശിച്ചവർ. അടുത്തൊരു ഉദാഹരണം.